എന്തെന്നറിയോ? അല്ലാഹു തആല എല്ലാം കഴിവുള്ളവനാണെന്ന് അറിയിക്കുന്ന ഒരു ആശയം മനുഷ്യരുടെ പ്രകൃതവുമായി ബന്ധപ്പെടുത്തിയാണ് ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ ആശയം മൊത്തത്തിൽ ശരിയാണ്, പക്ഷെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഒരു വിരലിൽ ആകാശം, ഒരു വിരലിൽ ഭൂമി, അത് പറഞ്ഞത് ശരിയായില്ല. അതിലെ ഒരു തമാശ കണ്ട് നബി ചിരിച്ചു. വഖാല, എന്നിട്ട് നബി തങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമർ ഓതി കൊടുക്കുകയും ചെയ്തു. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون وما قدر الله حق قدره. അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ലല്ലോ. والأرض جميعا قبضته, പ്രപഞ്ചം മുഴുവനും അവന്റെ കയ്യിലാണ്. യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശം അവന്റെ യമീനിൽ ചുരുട്ടിപ്പിടിച്ച പോലെ. വകിൽതാ യദൈഹി യമീൻ, അല്ലാഹുവിന്റെ യദിനെ സംബന്ധിച്ച് രണ്ടും യമീനാണെന്നാ പറയാ. അല്ലാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ ഖുദ്റത്താണ് ആ സൂചിപ്പിക്കുന്നത്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ ജൂതപണ്ഡിതൻ പറഞ്ഞ ആശയം, അതേ ആശയം തന്നെ എത്ര ഭംഗിയായിട്ടാ ഖുർആൻ അവതരിപ്പിച്ചത്. ഇത് കാണിച്ചു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അർത്ഥം ആ ജൂത പണ്ഡിതൻ പറഞ്ഞപ്പോഴേ, നിങ്ങളുടേത് ഈ പൊട്ടത്തരമാണ്, ഈ മണ്ടത്തരം വായിക്കല്ലേ എന്നൊന്നും പറഞ്ഞ അയാളെ മുഷിപ്പിച്ചില്ല എന്നാണ് നിബിതങ്ങൾ. ആ ആശയം കണ്ട് ചിരിച്ച് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് അവരെ ദീനിലേക്ക് കൊണ്ടുവരികയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ രസകരമായൊരു സംഭവം നടന്നു. അത് റമളാനിൽ ഒരാളിങ്ങനെ ഓടി വരുന്നു വീട്ടിൽ നിന്ന്, നബിയുടെ പള്ളിയിലേക്കുള്ള ഓടി വരവാണ്. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ, നശിച്ചുപോയി. എന്തുപറ്റി? വഖഅതു അലാ ഇംറഅതി വഅന സായിമുൻ, റമളാനിന്റെ പകലിൽ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ കടന്നുപോയി നബിയേ. കടന്നെന്ന് പറഞ്ഞു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റമളാനിൽ അത് ഭയങ്കരമായ കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ലാത്തത്, പ്രായശ്ചിത്തം കൊടുക്കണം. നബിയെ കുഴങ്ങിയോലെ നബിയെ, ഹലക്തു യാ റസൂലല്ലാഹ്. ഈ റമളാന്റെ തൊട്ട് മുമ്പൊക്കെ നിക്കാഹോ കല്യാണോ കഴിഞ്ഞാലേ വലിയ ബേജാറാണല്ലോ കാര്യം, ശരിക്കും ശ്രദ്ധിച്ചേക്കണം. വഖഅതു അഹ്ലി ഫീ നഹാരി റമളാൻ, നബിയെ റമളാനിന്റെ പകലിൽ അത് സംഭവിച്ചു പോയി, ഞാൻ നശിച്ചുപോയോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, ഒരു അടിമയെ മോചിപ്പിക്കണം. പറ്റുമോ? ഒരു അടിമയെ മോചിപ്പിക്കണം. അടിമയെ, പൊന്നാര നബിയെ, ഒരു ഭക്ഷണം പോലും വാങ്ങാൻ വകുപ്പില്ലാത്ത ഞാൻ അടിമയെ മോചിപ്പിക്കേ? എന്നെ കൊണ്ട് കഴിയില്ല നബിയെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله ഔദ്യോഗിക ജമാഅത്ത് പ്രസംഗത്തിന് ശേഷമാണ് നടക്കുക എന്നറിയിക്കുന്നു. അപ്പൊ നബിയുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരികയാണ്. ഇയാൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ട കേസാണിത്. സാധാരണ റമളാനിൽ നോമ്പ് നിൽക്കാതിരുന്നു, നോമ്പ് മുറിഞ്ഞുപോയി, നോമ്പ് ഖളാ കൂട്ടേണ്ടി വരും. പക്ഷെ ഈ കേസ് ഇത്തിരി ഡേഞ്ചറാണ്. ഒരടിമയെ മോചിപ്പിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല നബിയെ. എന്നാ പിന്നെ 2 മാസം തുടർച്ചയായി 60 ദിവസം നോമ്പ് നിൽക്കണം, നോൺ സ്റ്റോപ്പ്. പൊന്നാര നബിയെ, റമളാൻ ഐ എം ഹാവിംഗ് ട്രബിൾ. റമളാനിലേക്ക് പിടിച്ചിക്കാൻ പോയി, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കേ? എന്നെ കൊണ്ട് കഴിയില്ല നബിയെ, കഴിയൂല.
എന്നാ പിന്നെ ലാസ്റ്റ് റെസൊല്യൂഷൻ 60 മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, എന്നാലേ ഇത് പൊറുക്കപ്പെടുള്ളൂ. പൊന്നാര നബി, എന്നെ കൊണ്ടത് കഴിയില്ല, എന്റെ അടുത്ത് പൈസ അല്ല. 60 മിസ്കീന്മാരോ? നബി തങ്ങൾ പറഞ്ഞു, എന്നാ ഇരിക്കുന്നു പറഞ്ഞു. ആൾ അവിടെ ഇരുത്തി. കുറെ സമയം കഴിഞ്ഞപ്പോ ഒരാൾ നബി തങ്ങൾക്ക് ഒരു കൊട്ടയിൽ കാരക്കയും കൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ചു, അയിന സായിൽ, ആ ചോദിച്ച ആളെവിടെ? ദാ നബിയെ, ഞാൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഈ കൊട്ട കൊണ്ടുപോയിട്ട് 60 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കൊടുക്ക്, 60 ആൾക്ക് കൊടുക്ക്. പൊന്നാര് നബിയെ, അല അഫ്ഖറ മിന്നി, എന്നെക്കാളും ദാരിദ്ര്യമുള്ള ആൾക്കാണത് കൊടുക്കേണ്ടത്. ഫവല്ലാഹി മാ ബൈന ലാബതൈഹാ അഫ്ഖറ മിൻ അഹ്ലി ബൈതി, എന്റെ വീട്ടുകാരെക്കാൾ ദാരിദ്ര്യമുള്ള ഒരു വീട് ഈ 2 മരുഭൂമികൾക്കിടയിലും ഇല്ല നബിയേ. പിന്നെ ആർക്കാ കൊടുക്കുക? എന്നാ പിന്നെ അത്വഇമുഹു അഹ്ലക, നിന്റെ വീട്ടുകാർക്ക് നീ ഭക്ഷണം കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുരുതുരാ ചിരിച്ചുവെന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. എന്ത് സംഭവിച്ചത്? അയാൾക്ക് തെറ്റ് സംഭവിച്ചു, അടിമയെ മോചിപ്പിക്കേണ്ടി വന്നില്ല, 2 മാസം നോമ്പ് വിൽക്കേണ്ടി വന്നിട്ടില്ല, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണ്ട, ആ ഭക്ഷണം നിന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഞങ്ങളെക്കാളും മിസ്കീന്മാരില്ല നബിയെ എന്ന് അയാൾ പറഞ്ഞപ്പോൾ വഹിക റസൂലുള്ളാഹ്, ഹബീബിന്റെ പുഞ്ചിരി വിടർന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. നബിതങ്ങൾ ചിരിച്ചത് മറ്റൊരവസരം നബിതങ്ങൾക്ക് കൗസർ എന്ന നദി ലഭിച്ചപ്പോഴാണ്. സ്വഹീഹ് മുസ്ലിം വന്നിട്ടുള്ള ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, പള്ളിയിലിരിക്കുമ്പോ, ഇത് ഉഗ്ഫിയ ഇഗ്ഫാഅതൻ, നബിതങ്ങൾക്ക് എന്തോ ഒരു ക്ഷീണം വന്ന പോലെ, ഒരു ഉറക്കം ബാധിച്ച പോലെ. പിന്നെ പെട്ടെന്ന് നബി തല ഉയർത്തി പുഞ്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ നിങ്ങളെ ചിരിപ്പിച്ച വസ്തുത, എന്തിനാണ് അങ്ങ് ചിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എനിക്കല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ ഇറക്കിത്തന്നു, ഒരു സൂറ ഇറക്കിത്തന്നു, സൂറത്തുൽ കൗസർ, ഖുർആനിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറല്ലേ, ഒരുമിച്ചങ്ങ് ഓതല്ലേ? ഖുർആൻ ഓതുമ്പോ സർവ്വ പിശാച് ഓടുന്ന ബാങ്ക് തന്നെ ഓടിയിട്ടുണ്ടാവും, ഖുർആൻ കൂടെ ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് അല്ലാഹു ഇറക്കിത്തന്ന സമയമാണിത്. മുത്തുനബി ചിരിച്ചിട്ടുണ്ട്. നിബിതങ്ങൾ ചോദിച്ചു, അതദ്റൂന മൽ കൗസറു, എന്താണ് കൗസർ എന്ന് നിങ്ങൾക്കറിയുമോ? സൂറത്തിന്റെ അർത്ഥം എന്താണ്? ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കണം, അല്ലാഹുവിനെ നിസ്കരിക്കണം, അവന് ബലിയർപ്പണം നടത്തണം. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയെ ആരാണോ എതിർക്കുന്നത് അവർക്കാണ് പ്രശസ്തിയില്ലാതെ പോവുക എന്ന് പറഞ്ഞ സൂറത്തിന് നബിതങ്ങൾ ചോദിച്ചു, എന്താണ് ഈ കൗസർ എന്നറിയുമോ? ഞങ്ങൾക്കറിയില്ല നബിയെ, അല്ലാഹു വറസൂലുഹു അഅലം, പഠിപ്പിച്ചത് നബിയെ. ഇന്നഹു നഹറുൻ വഅദനീഹി റബ്ബി, എനിക്കല്ലാഹു കരാർ ചെയ്ത, വാഗ്ദാനം ചെയ്ത ഒരു നദിയാണത്. അതിന്റെ ചുറ്റുപാടുകൾ മുത്തുമണികളാണ്, പവിഴങ്ങളാണ്, അവിടെ കസ്തൂരിയുടെ ഗന്ധമുണ്ട്. അതിൽ നിന്ന് ദാഹം തീർക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് ഒരു തവണ കുടിക്കുന്നവർക്ക് പിന്നെ ദാഹം വരികയില്ല. ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കും കേട്ടോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോ, അന ഫറസുക്കും ഇൻദൽ കൗസർ, ഞാൻ നിങ്ങളെ കൗസർ എന്ന നദിയുടെ അരികത്ത് ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ, നിങ്ങളെ ഞാൻ അവിടെ കാത്തിരിക്കും, നമുക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാം. എന്റെ കൗസറിലേക്ക് ചില ആളുകൾ വരുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ പിടിച്ചു വലിച്ചെറിയും. ഞാൻ പറയും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിയാണല്ലോ, എന്റെ ഉമ്മത്തിയാണ്, അവർക്ക് എന്തു പറ്റി? അവർ പറയും, നബിയെ ഇത് നിങ്ങളുടെ ദീനിൽ ബിദ്അത്തുണ്ടാക്കിയവരാണ്, ദീനിൽ പാടില്ലാത്തത് ഉണ്ടാക്കിയവരാണെന്ന് എന്നോട് പറയപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ വിശുദ്ധമായ കൗസർ നബിക്ക് നൽകപ്പെട്ട ദിവസവും അവിടുന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ കഥ പറഞ്ഞ്, ഒരു കൃഷിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് നിബിതങ്ങൾ. സ്വർഗവാസികൾ സ്വർഗത്തിൽ കയറിയാൽ
എന്താണ് സ്വർഗത്തിലുള്ള എന്താശിക്കുന്നുവോ അതൊക്കെ കിട്ടുന്ന അള്ളാഹു പറഞ്ഞത്. ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ, കണ്ണുകൾക്ക് ആനന്ദമുള്ളത്, ശരീരങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, ആനന്ദിക്കാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം അവിടെയുണ്ട്. അപ്പോ ഒരാൾ പറയും, അല്ലാഹുവേ എനിക്ക് കൃഷി ചെയ്യണം. കൃഷിയോ? നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇവിടെ കിട്ടിയില്ലേ? ഉണ്ട് പടച്ചവനെ, എന്നാലും എനിക്ക് കൃഷി വലിയ ഇഷ്ടമാണ്, എനിക്ക് കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാ പിന്നെ കൃഷി ചെയ്തേക്കിൻ. അള്ളാഹു കൃഷി ചെയ്യാൻ വേണ്ടി പറയും. സ്വർഗലോകത്ത് വിത്തുകൾ ഇങ്ങനെ പാകുകയേ വേണ്ടൂ, വളരുന്നു, വലുതാകുന്നു, കതിരുകളാകുന്നു, കൊയ്തെടുക്കുന്നു, എമ്പാടും കൂനകൾ. അള്ളാഹു പറഞ്ഞു, അവരോട് പറയുമത്രേ, ദൂനകയബിന ആദം, ആദമിന്റെ സന്തതിയെ ഇങ്ങോട്ട് പോരെ, കൃഷിയുടെ പിന്നാലെ നടക്കണ്ട. നമ്മളിവിടെ കൃഷിക്കാരല്ല. അതൊന്നുമല്ല നിനക്ക് തിന്നാനുള്ളത്, അതിനേക്കാളൊക്കെ മുന്തിയത് ഞാനിവിടെ നിനക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് അള്ളാഹു ഇയാളോട് പറയുമെന്ന് പറഞ്ഞപ്പോ സദസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്കുറപ്പാണ് ആ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ മനുഷ്യൻ മക്കക്കാരനായൊരു ഖുറൈശിയോ മദീനക്കാരനായൊരു അൻസാരിയോ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. നബി തന്നെ ചോദിച്ചു, എന്താ അങ്ങനെ ഉറപ്പ്? അവര് കൃഷിക്കാരാണല്ലോ നബിയെ എന്ന് ഈ അഅറാബി പറഞ്ഞപ്പോ ളഹിക റസൂലുള്ളാഹ്, മുത്ത് നബിയുടെ ചുണ്ടുകളിൽ ചിരി വിടർന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. വഅന്നഹു അദ്ഹക വഅബ്കാ, സങ്കടങ്ങൾക്കിടയിലാണ് നബി ജീവിക്കുന്നത്. 13 വർഷം പെർസിക്യൂഷൻ, 13 വർഷം പെർസിക്യൂഷൻ നബിതങ്ങൾക്കും അനുയായികൾക്കും ശിക്ഷയായിരുന്നു, അല്ലേ? 13 കൊല്ലം ഡിഫെൻഡ് ചെയ്യാൻ പോലും അള്ളാഹു അനുവദിച്ചില്ലെന്ന മക്കയിലെ കാലഘട്ടം. തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുന്നവനെ തിരിച്ച് പ്രതിരോധിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ കാലം 13 കൊല്ലം. പിന്നെ 10 വർഷം മദീനയിൽ. അങ്ങനെ 23 കൊല്ലമായി ഇസ്ലാമിന്റെ കാലഘട്ടം, അല്ലേ? ആ 10 കൊല്ലത്തിൽ ചെറുതും വലുതുമായി 40 യുദ്ധങ്ങൾ. അതിന്റെ ഇടയിലാ നബിതങ്ങൾ അനുയായികളോടൊപ്പം ഈ ചിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരക്കിനിടയിലും പ്രിയപ്പെട്ട ഭാര്യയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ഒരു ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. ഓടാൻ കെൽപ്പുണ്ടായിരുന്നവൻ ആയിഷ ബീവിയെ ഉണ്ടായിട്ടുള്ളൂ. അത് എപ്പോ? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ. നമുക്കറിയാം നബിയും ആയിഷ ബീവി ഓടിയിട്ടുണ്ട്. എപ്പോഴാ ഓടിയതെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ. നമ്മളുണ്ടത് ഗൾഫിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് ആ നേരത്ത് വീട്ടിലെത്തി ഒന്ന് ഓടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടു ഓടാന് വല്ല പത്തരം കാര്യം കഴിച്ചു ഉറങ്ങാന്നല്ലാതെ, അല്ലേ? ക്ഷീണിച്ചു വരുമ്പോഴേ, യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ, അന്ന് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാ നബി തങ്ങൾ പറയുന്നത്, ആയിഷ ബീവി ഓടല്ലേ എന്ന് ചോദിച്ചു. ആ ഓടാ. നബിയും ആയിഷ ബീവിയും ഓടി. ആയിഷ ബീവി നബിയെ തോൽപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് തോറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസക്കത, നബി ഒന്നും മിണ്ടിയില്ല എന്നാ. കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹത്താ ഹമൽതുൽ ലഹ്മ, എന്റെ ശരീരത്തിൽ മാംസമൊക്കെ ഉണ്ടായപ്പോ ഞാനും നബിയും ഒന്നുകൂടെ ഓടി. നബി പറഞ്ഞു, ആയിഷ ഓടല്ലേ എന്ന്. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഹബീബിന് കുടവയറ് വന്നിട്ടില്ലെന്നാണ് ഹദീസിലുള്ളത്. നബി വഫാത്താകുമ്പോഴും വയറ് ഫ്ലാറ്റായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. ഈ സിമന്റ് തടിയൊക്കെ വർദ്ധിക്കുന്നത്, ഒബീസിറ്റി വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറു സിമന്റ്, ഒബിസിറ്റി കൂടും, തടി കൂടുന്ന അവസ്ഥകൾ ഉണ്ടാകും, മനുഷ്യന്മാർക്ക് സുഖം കൂടുന്നു. അതന്നെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വയറ് വളരെ ലെവലായിരുന്നു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ലെവലാക്കണമെങ്കിൽ ശ്വാസം പിടിച്ചിരിക്കണം, അല്ലേ? എന്റെ കാര്യം പറയാൻ. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി പറഞ്ഞു, എനിക്കന്ന് ഒരൽപ്പം മാംസമുണ്ട്. ഇന്നത്തെ പോലെ 90-110 കിലോ അല്ലേ ഈ പറയുന്നത്. സാധാരണഗതിയിൽ എല്ലും തോലുമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരൽപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് രണ്ടാമത്തെ ഓട്ടം നടക്കുന്നത്. അന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നെ തോൽപ്പിച്ചു, ഞാനന്ന് തോറ്റു, നബി ജയിച്ചു. അത് ജയിച്ചപ്പോ ചിരിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, ഈ ജയിച്ചത് നിങ്ങൾ അന്ന് എന്നെ തോൽപ്പിച്ചില്ലേ ആയിഷ, അതിന് പകരമാണെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞു വന്ന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ചിരിക്കാൻ സമയം കണ്ടെത്തി നിബിതങ്ങൾ കുട്ടികളോടൊപ്പം ഒരു സന്തോഷത്തോടുകൂടെ നല്ല വർത്തമാനം പറയുന്നവർ. നിബിതങ്ങൾ പറയുന്നുണ്ട്, ബിഇസൽ അബു, ഏറ്റവും മോശപ്പെട്ട വാപ്പ എന്ന് പറയുന്നത് ആ വാപ്പ വീട്ടിലേക്ക് വന്നാൽ ഹറബത്തിൽ ഔലാദ്, മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഓടി പുറത്തു ചാടും.
പെണ്ണിന് സങ്കടം വരും ഈ ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ. അങ്ങനത്തെ ഭർത്താവും ആ കുട്ടികളുടെ വാപ്പയും പുരുഷന്മാരിൽ മോശപ്പെട്ടവനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പമാരിൽ നല്ല വാപ്പയെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. ആ വാപ്പ വന്നാൽ മക്കളുടെ മുഖത്ത് സന്തോഷം വരും. വാപ്പയെ